ഈ വീട്ടിൽ പെട്ടുപോയ ആ കാലത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു അല്ലേ, ബികോം കൂടാതെ? അത് ഈ കാലോടിഞ്ഞ ശേഷമാണ് അത് ഉണ്ടാവണത്. ഞാൻ ഈ മർക്കമ്പനിയിൽ പോയിട്ട് അപ്പോൾ അക്കൗണ്ട്സ് തന്നെയാണ് ചെയ്തിരുന്നത്. അവരുടെ ടാക്സ് ഓഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയിരുന്നത്. പിന്നെ എൻ്റെ പഴയ ഓഫീസുകളിൽ നിന്ന് ഇന്റേണൽ ഓഡിറ്റ് എടുത്ത് ചെയ്യും. അങ്ങനെ ഈ കടം പതുക്കെ ഒരു പകുതിയാക്കിയ സമയത്താണ് ഇപ്പുറത്തെ ഒരു പട്ടി ചാടിയിട്ട് പിന്നെയും ബൈക്ക് ഓടിച്ചു തുടങ്ങി. ക്രച്ച് വണ്ടിയിൽ കെട്ടിവെച്ചിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങി, ബൈക്ക് ഓടിച്ചു തുടങ്ങി. അത് വണ്ടി കെട്ടി വെച്ചോണ്ട് വീണ്ടും ബൈക്ക് ഓടിച്ചു തുടങ്ങി, കെട്ടിവെച്ചു പോകും. അതിന്റെ ഉള്ളിലേക്ക് പട്ടി ചാടിയിട്ട് മറ്റേ കാല് ഒടിഞ്ഞു പോയി, വട്ടൊടിഞ്ഞു പോയി. അപ്പൊ ആദ്യം ഒടിഞ്ഞ കാലല്ല, അടുത്ത കാല് ഒടിഞ്ഞു, മറ്റേ കാല്. ജോഷിയുടെ കൂടെ ഈ അപകടം ഇങ്ങനെ ജസ്റ്റ് പിന്നാലെ ഉണ്ടായിരുന്നു അല്ലേ? അതാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം വണ്ടി നിർത്തിയ വണ്ടിയിലേക്ക് പട്ടി വന്ന് ആഞ്ഞടിച്ചിട്ട് മറിഞ്ഞു വീണു. അപ്പൊ മറ്റേ കാലൊടിഞ്ഞു പോയി. അപ്പൊ ആ കാലൊടിഞ്ഞപ്പോഴാണ് എന്നെ കാണാനായിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ വീട്ടിൽ വരുന്നതും ഓട്ടോകാർഡ് ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കണതും. കിടക്കൽ വേറെ പോകാനൊന്നും ഇല്ലല്ലോ, ഫുൾ ടൈം കിട്ടും. അപ്പൊ പിന്നെ ഓട്ടോകാർഡ് നന്നായിട്ട് പഠിച്ചു. അപ്പൊ അത് വഴി പിന്നെ കുറച്ച് ബാങ്ക് മാനേജർമാർ ഓരോക്കെ ആയിട്ട് സഹായിച്ചിട്ട് വർക്കുകൾ തന്നു. ഇപ്പോൾ സൗത്ത് ബാങ്കിന്റെയും ഫെഡറൽ ബാങ്കിന്റെയും എംപാനൽഡ് കോൺട്രാക്ടറാണ്. മണ്ണുത്തി അഗ്രി യൂണിവേഴ്സിറ്റി. നല്ല കാര്യം. ഓക്കെ, അപ്പൊ അവിടെ നിന്നുണ്ടായ വരുമാനമാണോ ജോഷി ഈ 15 ലക്ഷമാക്കി ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപിച്ചത്? അതെ, എനിക്ക് തോന്നുന്നു ഒറിജിനലി 90 ലക്ഷം എന്താണ് നിക്ഷേപിച്ചത്. അത് എന്റെ മാത്രമല്ല, അത് മറ്റാരുടെ ആയിരുന്നു? സഹോദരിയുടെ, അവളുടെ മോളെയും കൂടിയിട്ട് 10 ലക്ഷം ഉണ്ട്. അവരുടെ പണം താങ്കൾ വഴി ഇടാൻ കാര്യം അവർക്ക് നേരിട്ടുണ്ടിട്ടൂടെ? അവർ നേരിട്ടാണ് ഇട്ടിട്ടുള്ളത്, ഞാൻ പറഞ്ഞിട്ടെന്ന് മാത്രം. ഇവരെ ഈ ഓരോ മാനേജർമാര് സഖാക്കൾ വന്നിട്ട് ജോഷി ടാർജറ്റാണ്, എങ്ങനെയെങ്കിലും സഹായിക്കും എൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഓരോരുത്തരെയും ടാർജറ്റ് അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുമ്പോൾ ഞാൻ അമ്മയുടെ പൈസ അവിടെ അങ്ങാടിപ്പുറം ഫെഡറൽ വരുന്ന പണിയാണ്. അവർ ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പൈസയാണ്. അത് ഇവളുടെ പൈസ ബറോഡ ബാങ്ക് ആയിരുന്നു ഇരിങ്ങാലക്കുട. അത് മോളുടെ പൈസ ബ്ലേസ് കുറിയുന്നോട്ട് കുറിയുണ്ട് ഇരിങ്ങാലക്കുട. അവിടെ കുറി വിളിച്ചിട്ടിരുന്ന പൈസയാണ്. അത് കേട്ട് ഇവർ രണ്ടുപേരും കൂടി 10-20 ലക്ഷം രൂപ വൈഫിന്റെ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ട് ഇത് വീട്ടിൽ പോകുമ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക, തിരിച്ചിങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. അതിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറി. ഞാനത് വിപ്പിച്ച് ആ പൈസ ഡെപ്പോസിറ്റ് അയച്ചു. പിന്നെ എൻ്റെ ഈ പൈസ, പിന്നെ ഞങ്ങളുടെ ഭൂമി വിറ്റത്, ഞാൻ ഈ രണ്ടാമത് വീണ് കിടപ്പായാലും അന്ന് എനിക്ക് ബാധ്യത വട്ടിപ്പലിശക്കാരുടെ കെണി ഉണ്ടായിരുന്നു. അന്ന് ഒറ്റ ദിവസം കൊണ്ട് അപ്പൻ ചോദിച്ച വിലക്ക് ഇരിക്കുന്ന ഭൂമി വിറ്റു, വീട് വിറ്റ് കളഞ്ഞു. അപ്പോൾ എൻ്റെ കടവും അനിയന് സ്ഥലം വെക്കാനായിട്ടുള്ള സ്ഥലം മാത്രം മേടിച്ചു കൊടുത്തിട്ട് ലോൺ എടുത്തിട്ട് വീട് പണിതോളം പറഞ്ഞിട്ട് ബാക്കിയുള്ള 16 ലക്ഷം രൂപ 8 ലക്ഷം രൂപ അപ്പന്റെ അമ്മയുടെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യിച്ചു കരുവന്നൂർ ബാങ്കിൽ. അപ്പൊ അതെല്ലാം കൂടാണ് 90 ലക്ഷം ആയത്. അത് വലുതായിട്ട് 25 ലക്ഷം അവർ മരിക്കുന്ന സമയത്ത്. സാധാരണ ഈ വാർത്ത കാണുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് വാർത്താ ചാനലിൽ കാണുന്ന ആളുകൾ, 24 കാണുന്ന ആൾക്കാരൊക്കെ തന്നെ ചോദിക്കാറുള്ള ഒരു കാര്യം, അവർ ഒരുപാട് പലിശ കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം കൊണ്ട് അവിടെ ഇട്ടത് എന്ന് പറയും. 1% അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഷെഡ്യൂൾ ബാങ്കുകളെക്കാളും 1% സഹകരണ ബാങ്കുകൾ പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതൊരു അട്രാക്ഷൻ ആണ് ഇവർക്ക്. പ്ലസ് ഇത് ഭൂരിഭാഗം ഭരിക്കുന്നത് ഇടതുപക്ഷവും. ഇത് ക്യാഷ് ആയിട്ട് കൊണ്ടിടാൻ സഹകരണ ബാങ്കിൽ സൗകര്യമുണ്ടോ? തീർച്ചയായിട്ടും. മറ്റുള്ള ബാങ്കുകളിൽ അത് അത്ര അനുവദനീയമല്ല അല്ലേ? അല്ല, അവര് KYC ഡോക്യുമെന്റ്, ആധാർ, പാൻ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും. ഇവിടെ അത് വേണ്ട. പക്ഷെ എന്റെ ഡെപ്പോസിറ്റ് ഒക്കെ ഞാൻ ഇൻകം ടാക്സിന്റെ പേരിൽ IT അടച്ച റെക്കോർഡ്സ് തന്നെ കഴിഞ്ഞ 10 വർഷത്തിന് മേലെ ആയിട്ട് 30 ലക്ഷം രൂപ വരെ മുകളിലുണ്ടാവും. എന്റെ പേരിൽ നിക്ഷേപം 14.5 ലക്ഷം രൂപയുള്ളൂ. പിന്നെ മറ്റവരുടെ പറമ്പ് വിറ്റന്റെ സോഴ്സും പിന്നെ ചേച്ചിയുടെ അനിയന്റെ ഒക്കെ ട്രാൻസ്ഫറും സാധനങ്ങളൊക്കെയാണ്. ഇൻകം ടാക്സ് നമ്മൾ ക്ലീൻ ആണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, അത് നന്നായി. ജോഷി ഈ അപകടത്തിൽപ്പെട്ട ഈ സമയത്ത്, അതായത് 90 ലക്ഷം ജോഷിയുടെയോ അല്ലെ ജോഷിയുടെ ബന്ധുക്കളുടെയോ അവിടെ കിടക്കുകയാണ്. ജോഷി ഇവരോട് ഈ പണം വിത്ഡ്രോ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടോ? അത് ശരിക്ക് എനിക്ക് അഗ്രി യൂണിവേഴ്സിറ്റിയിലും ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബാങ്ക് ഒന്നും ആദ്യം പൈസ തരില്ല, നമ്മൾ പൈസ എടുത്ത് ചെയ്യണം. അപ്പൊ ഞാൻ മുഴുവൻ പൈസ അല്ല ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞ എനിക്കൊരു 30 ലക്ഷമായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്മേറ്റ് ആണ് അവിടെ ബൈജു എന്നൊരു മാനേജർ, ക്രൈസ്റ്റ് കോളേജിൽ ഒരുമിച്ച് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആളാണ്. അപ്പൊ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കരുവന്നൂർ പോയിട്ട് കലേനെ കാണ്, കലയാണ് ഇപ്പൊ സെക്രട്ടറി, ഞാനല്ല കരുവന്നൂർ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെയല്ലേ ഡെപ്പോസിറ്റ് ചെയ്യണേ, ഞാൻ എന്തിനാ ഹെഡ് ഓഫീസിൽ എന്തിനാ പോണേ? അപ്പൊ പറഞ്ഞു, എന്നാ വിജയാനന്ദനെ കാണും, വിജയാനന്ദ് വേറെ മാനേജരാ. അപ്പൊ വിജയനെ കണ്ട് കരുവന്നൂർ വിളിച്ച് ചോദിച്ച് ഈ സാധനം നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ അടിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ക്രൈസിസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ക്രൈസിസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി അവസാനിപ്പിച്ചോളും, വെച്ചാല് ഈ കുഴപ്പത്തിലാവുന്ന ബാങ്കിൽ ഒരു പൈസ സൂക്ഷിക്കുന്നത് എപ്പോഴും സേഫ് അല്ല. അപ്പൊ എന്റെ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്, വൈഫിന്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്, ചേച്ചിയുടെ ബറോഡ ബാങ്കാണ്, അമ്മയുടെ അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്കാണ്. അത് ഇങ്ങോട്ട് എടുത്തപ്പോൾ ആ അക്കൗണ്ട് തന്നെ. അപ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് RTGS ട്രാൻസ്ഫർ കൊടുത്തു. RTGS ട്രാൻസ്ഫർ ഇവർ സ്വീകരിച്ചു, നമ്മളുടെ അക്കൗണ്ട് നില്ലാക്കിക്കൊണ്ട് ഈ സാധനമൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. 6 മാസമായിട്ട് നമ്മുടെ ഒരു അക്കൗണ്ടിലും പണം എത്തിയില്ല. എന്നിട്ട് ട്രാൻസ്ഫർ നടന്നില്ല. ഇല്ല, നമ്മുടെ അക്കൗണ്ട് നില്ലാക്കി, പണം അക്കൗണ്ടിൽ നോക്കിയാൽ ഒന്നുമില്ല, നമ്മുടെ ഷെഡ്യൂൾ ബാങ്കിലേക്ക് പൈസ വരില്ല. അങ്ങനെ എല്ലാ സമയം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ 3 ലെറ്റർ കൊടുത്തു ആ സമയത്തിനുള്ളിൽ, ഒന്നിനും മറുപടി തരില്ല. കൈ പറ്റിയിട്ട് അത് ഈ സുഹൃത്ത് ബൈജുവിനോട് ചോദിച്ചില്ലേ? ഉമല്ലോ. അപ്പൊ പറയണേ, ഞാനല്ല, എനിക്ക് അധികാരമില്ല,
കാരണം ഈ 19,000 ശമ്പളം മേടിക്കുന്ന ആളല്ലേ, ഇവർക്കൊക്കെ 70,000 80,000 ശമ്പളം ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഇരിക്കുമ്പോഴാണ് ഈ പൈസകള് ഒറ്റ മാനേജർ മാത്രം അറിഞ്ഞിട്ട് ഇത്രയും പൈസയൊന്നും ഈ എന്നുവെച്ചാൽ 300 കോടി രൂപയിലധികം ക്രമക്കേടുകളിൽ കൂടെ ഈ ആളുകൾ വായ്പ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തിരിച്ചടച്ച 300 കോടിയിലധികം, അതാണ് കണ്ടെത്തല്. എന്നിട്ട് അവർ ബിനാമി വായ്പ ക്രമക്കേടുകളിൽ കൂടെ നമ്മുടെ കരുവന്നൂരിന്റെ ഏരിയക്ക് പുറത്തുള്ള ആളുകളാണ് ഭൂരിഭാഗം. അതും ഈ നിലം കണ്ടം അങ്ങനത്തെ ഭൂമികളെ കാണിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ഭൂമിയുടെ പേരിൽ പലതവണ വായ്പ. അപ്പൊ ഈ സാധനങ്ങൾ തിരിച്ചടച്ചു അവർ പൈസ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണമാണ് ഈ 120 കോടി രൂപയോളം കാണാത്തത്. ഇപ്പൊ പറയുന്നത് മാധ്യമങ്ങള് 300 കോടി രൂപ കളവായിട്ട് എഴുതിയെന്ന്. അല്ല, 300 കോടി രൂപ അവരല്ല. താങ്കൾ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന ഒരു പരിണിത പ്രജ്ഞനാണല്ലോ. അപ്പൊ താങ്കൾ 300 കോടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആധികാരികത തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന ഈ തട്ടിപ്പ് ശരിക്കും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. പക്ഷേ താങ്കൾ ഈ പണം തിരികെ കിട്ടാൻ പിന്നെ എന്ത് ശ്രമം നടത്തി? കാരണം ഇപ്പം സഹകരണ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. 120 കോടിയോളം രൂപ കൊടുത്തു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങളുടെയൊക്കെ കണ്ണീര് ബാക്കിയാകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഞാൻ പറഞ്ഞത്, മനുഷ്യൻ നേര് പറഞ്ഞില്ലെങ്കിലും നുണകൾ അധികം പറയാതിരിക്കുക. അതാണ് ഇവരൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ചോദ്യങ്ങളുടെ മുനവെടുക്കാൻ വേണ്ടിയിട്ട് ഏകപക്ഷീയമായിട്ട് സംസാരിക്കുക. എന്നുവെച്ചാൽ കരുവന്നൂർ ഇത്രയും വലിയ കവർച്ച നടന്നിട്ട് നമ്മളുടെ സഹകാരികളുടെ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ പ്രജകളുടെ ശമ്പളം കൊണ്ട് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സഹകരണ വകുപ്പ് മന്ത്രി. ഇദ്ദേഹം കരുവന്നൂർ വന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ മുകളിലുള്ള അവരുടെ രക്ഷാധികാരിയാണ്, എല്ലാ മിനിസ്റ്റർമാരും കൂടിയുള്ള ചീഫാണ് മുഖ്യമന്ത്രി. ഇദ്ദേഹം കരുവന്നൂർ വന്നിട്ടുണ്ടോ? ഇല്ല. പലവട്ടം ഇവർ കടന്നുപോയി. ഇവർ കണ്ടു ആരെയാണെന്നറിയോ? ഈ കേസിൽ കുറ്റാരോപിതനായ MK കണ്ണൻ ഇവർ രാമാലയത്തിൽ പോയി കണ്ടു. എന്ത് മോശമാണ് ഇടപാട്! അങ്ങനെ ചെയ്യാമോ? അല്ല, ജോഷിക്ക് ഇപ്പം ഈ ഭരണതലത്തിലുള്ള ഉയർന്ന ആൾക്കാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളല്ലേ? അപ്പോൾ അവരോടൊക്കെ ജോഷി അപ്രോച്ച് ചെയ്തോ? ഇപ്പൊ സഹകരണ വകുപ്പ് മന്ത്രിയായാലും ജോഷിക്ക് അറിയാവുന്ന മറ്റ് ജോഷിയുടെ കാലം പഠിച്ച മന്ത്രിമാരൊക്കെ സംസ്ഥാന മന്ത്രിസഭയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ ജോഷി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. രാധാകൃഷ്ണന്റെ മാഷാണ്. അതെ സാറ്. മാഷ രാധേനെ വിളിച്ചൊന്ന് ചോദിക്കോ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു. നമ്മൾ കാര്യം പറയാനായിട്ട് ഇവർക്ക് മറുപടി ഇല്ലാത്ത കാര്യമാകുമ്പോൾ ഇവർക്ക് അധികാരമില്ല. ഞാൻ എന്തായാലും ഈ കാര്യം ജോഷിയോട് ഞാനൊരു പൊതുവിൽ പറയുകയാണ്. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ രാധാകൃഷ്ണനോട് ഔപചാരികമായി സംസാരിക്കാറുള്ളൂ. വാർത്തകൾ വരുന്നു, കൊടുക്കുന്നു, പിന്നെ രാധാകൃഷ്ണനെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകളുണ്ട് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇക്കാര്യം ഞാൻ ചോദിക്കും. ഞാൻ രാധാകൃഷ്ണനോട് എൻ്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള സ്വാതന്ത്ര്യവും രാധാകൃഷ്ണൻ സംസ്ഥാനത്തെ ഒരു വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു മിനിസ്റ്റർ എന്നുള്ള നിലയിലും ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദ്യമാണ് ഞാൻ രാധാകൃഷ്ണനോട് ചോദിക്കേണ്ടത്? ഞാൻ ആശുപത്രി കിടക്കുമ്പോൾ ഒരു കത്ത് എഴുതിയിരുന്നു സഹകരണ ബാങ്കിന് മാനേജർക്ക്. ആ കത്താണ്, അതിന്റെ കോപ്പി ഞാൻ ബിന്ദുവിന് അയച്ചിരുന്നു. മീൻസ് ബിന്ദു ടീച്ചർക്ക്, ഡോക്ടർ ബിന്ദു. അതന്നെ. അപ്പം തൊട്ട് പുറകെ എന്നോട് മറുപടി നിന്നിട്ട് ജോഷി എവിടെയാണെന്നൊരു വാട്സപ്പിൽ വോയിസ് വന്നു. അപ്പോൾ ഞാൻ ആശുപത്രിയിലാണ്. അപ്പോൾ അവർ ട്യൂമർ പറഞ്ഞിട്ടുണ്ട്, ചെവി ഒരെണ്ണം പോയി എന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ മാനേജർ ബൈജു ഒരു 2 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടുവരണത്. അപ്പോൾ എത്ര ലക്ഷം രൂപയാണ് മടക്കി തരേണ്ടത് ജോഷി ആന്റണിക്ക്? അന്ന് എനിക്ക് ഈ 92 ലക്ഷം രൂപയും കുടുംബത്തിന് മൊത്തമായിട്ട് 92 പ്ലസ് അവർ ഡ്യൂ ആക്കിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും പരിഗണിക്കാതെ 2 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ നാക്ക് കൊടുക്കാനായിട്ടുള്ള ചെക്ക് കൊണ്ടുവരാനായിട്ട് നിനക്ക് നാണല്ലേ? ഇത്ര അല്ലല്ലോ എനിക്ക് പൈസ തരാനുള്ള, ബാക്കി പണം എന്നാ തരാന്ന് പറയും. അതൊന്നും എനിക്കറിയില്ല. എനിക്കെടുത്ത് തരാനായിട്ടാണ് നിർദ്ദേശം. നിനക്ക് ചികിത്സ അത് പറയില്ല. ആരാ നിർദ്ദേശിക്കുന്നത്? മുകളിൽ നിന്നുള്ള നിർദ്ദേശം. 2 ലക്ഷം രൂപ ആൾക്കാരോട് ഉണ്ടപ്പോ. അതിന് തൊട്ട് പിറ്റേ ദിവസം പത്രവാർത്ത വന്നപ്പോൾ ഇവർ പിന്നെ ഒരു 10 ലക്ഷം രൂപയും കൂടി കൊണ്ടുവന്നു. അപ്പൊ ആരൊക്കെ കാണാമറയത്തുണ്ട്, ധാര വാച്ച് ചെയ്യുന്നുണ്ട്, ചോദ്യമുണ്ട്, പറച്ചിലുണ്ട്, ഉത്തരമൊക്കെ ഉണ്ട്. നമുക്ക് ഉത്തരമില്ല. കരുവന്നൂരില് ഉണ്ടായിട്ടുള്ളത് വിശ്വാസവഞ്ചനയാണ്. ഈ സഖാക്കളെ അവിടെ ഇരിക്കുന്ന എല്ലാവരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ്. അവിടുത്തെ മാനേജർമാരെല്ലാം ലോക്കൽ കമ്മിറ്റി മെമ്പർമാരാണ്. ഇവരെ വിശ്വസിച്ച് ഇവർ വീടുകളിൽ പോയി കളക്ട് ചെയ്തിട്ടുള്ള പൈസ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ നിഷ്കരണം ചതിക്കുകയാണ് ചെയ്തത്. വഴിക്കോടെ പോയിട്ടുള്ള ഈ വളപ്പായ സതീശനും മറ്റേ അനിൽ സേട്ട്, സുനിൽ സേട്ട്, ഇവർക്കൊക്കെ ഒരാളുടെ ശുപാർശയമ 150 കോടി രൂപ വായ്പ കരുവന്നൂർ ബാങ്കെന്ന്. അത് പറയുന്നത് ജില്ലാ സെക്രട്ടറി ആയിരിക്കും മുന്നിൽ വരുന്ന ആളുകളെ ഒഴിവാക്കാൻ പറ്റില്ല. കരുവന്നൂരുള്ള ആൾക്കാരല്ലല്ലോ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കും ശുപാർശയ്ക്ക് ചെയ്യുന്നത്. ഈ വെളപ്പായ സതീശൻ ആരാ? കരുവന്നൂർക്കാരനാ? കണ്ണൂക്കാരനെ വിളിച്ച് ആനയിച്ചു കൊണ്ടുപോയി 150 കോടി രൂപ വായ്പക്ക് എടുത്ത് കൊടുത്തിട്ട് അയാൾ വട്ടിപ്പലിശയ്ക്ക് 500 കോടി രൂപ ഇടപാടുള്ള വട്ടിപ്പലിശ ഒരാളാണെന്ന് പറയണേ. പത്രങ്ങൾ പറയണതാ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ജോഷി ആന്റണിയെ പോലെയുള്ള നിക്ഷേപകർ ഈ കരുവന്നൂർ സഹകരണ ബാങ്ക്, പ്രത്യേകിച്ച് താങ്കളുടെ ഒരു പാരമ്പര്യമൊക്കെ വെച്ചിട്ട് താങ്കൾക്ക് അടുത്തറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ബാങ്കിന് ഇങ്ങനെയൊക്കെ ചില തട്ടിപ്പുകൾ, ഉയരങ്ങളുടെ സ്വാധീനത്തിലും
പിൻബലത്തോടെ നടക്കുന്നു എന്ന് എപ്പോഴെങ്കിലും മനസ്സിലായിരുന്നു? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അല്ല, വേറെ താങ്കളുടെ ഏതെങ്കിലും നിക്ഷേപകർക്കോ സുഹൃത്തുക്കൾക്കോ മനസ്സിലായിരുന്നു? ഉണ്ടായിരിക്കാം, പലർക്കും സംശയം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല.